തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കാന്തപുരത്തെ കൂടെ നിർത്താൻ നീക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ. മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എസ് ശാലിനി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ശാലിനി, നമുക്കറിയാം കാന്തപുരം കേരള യാത്ര നടത്തിയപ്പോൾ അതിൻ്റെ സമാപന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തിരുന്നു. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കാന്തപുരത്തെ എങ്ങനെ കൂടെ നിർത്താം എന്ന് ഗഹനമായി ചിന്തിക്കുന്ന കൂട്ടത്തിൽ ആണ് ഈ ഒരു എയ്ഡഡ് പദവി അദ്ദേഹത്തിൻ്റെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. വ്യക്തമാണ്, അത് യാതൊരു സംശയവുമില്ല. എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ സർക്കാർ? അനിൽ നമ്പ്യാർ, നിലവിൽ ഔദ്യോഗികമായ ഇത്തരത്തിലൊരു വിശദീകരണം സർക്കാർ നൽകിയിട്ടില്ല. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത്തരത്തിലൊരു നിർണായക തീരുമാനം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മന്ത്രിസഭ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കാന്തപുരം വിഭാഗത്തിന്റെ ഉടമസ്ഥതയിലുള്ള മർക്കസ് കോളേജിനും യുനാനി മെഡിക്കൽ കോളേജിനും എയ്ഡഡ് പദവി നൽകിക്കൊണ്ടുള്ള ഔദ്യോഗിക തീരുമാനമാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ ഈ ഒരു നീക്കം എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, കാന്തപുരം വിഭാഗവും ലീഗും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളിൽ അയവ് വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ മർക്കസ് കോളേജിന് എയ്ഡഡ് പദവി നൽകുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ സംസ്ഥാനത്തെ ഏക യുനാനി മെഡിക്കൽ കോളേജിനാണ് എയ്ഡഡ് പദവി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് സർക്കാർ അവകാശപ്പെടുകയും ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടിയിലാണ് ഈ യുനാനി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. കാന്തപുരവുമായി മുഖ്യമന്ത്രിക്കുള്ള അടുത്ത ബന്ധം പല രീതിയിൽ പൊതുമധ്യത്തിൽ വന്നതാണ്, വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞതാണ്. കാന്തപുരത്തിന്റെ കേരള യാത്രയിലടക്കം, തലസ്ഥാനത്തടക്കം മുഖ്യമന്ത്രി അതിൽ പങ്കെടുത്തുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങളും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് കാന്തപുരത്തെ ചേർത്ത് നിർത്താൻ കാന്തപുരത്തിന്റെ സഹായമടക്കം ചോദിച്ചു വാങ്ങുന്ന രീതിയിലുള്ള ഒരു നടപടി ഇപ്പോൾ സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും എതിർ അഭിപ്രായം ഒന്നും തന്നെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടില്ല ഈ കാര്യത്തിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മർക്കസ് കോളേജിനും യുനാനി മെഡിക്കൽ കോളേജിനും എയ്ഡഡ് പദവി നൽകിക്കൊണ്ടുള്ള ഔദ്യോഗിക തീരുമാനം ഇന്ന് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ എങ്ങനെ കാണും എന്നുള്ളതാണ് വരും മണിക്കൂറിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അനിൽ നമ്പ്യാർ, തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാറെ കൂടെ നിർത്താൻ നീക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ. ഇതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകി. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.